നമസ്കാരം. മാലയോഗം ഭാഗം 16. അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ രക്ഷപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവുക. പറയുമ്പോൾ ഉണ്ണിമായുടെ സ്വരം ഗദ്ഗദം വന്ന് മൂടി. കുഞ്ഞ്, നേർത്ത ശബ്ദത്തോടെ കവിത തിരക്കി. അതിന് മറുപടിയായി ഉണ്ണിമായ ഉറക്കെ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ നിശബ്ദമായി കണ്ണീർ വാർത്തു. ഉണ്ണിമായെ, കവിത അവളുടെ കരങ്ങൾ ബലമായി അടർത്തി മാറ്റി. നീ എന്തിനാ ഉണ്ണിമായെ കരയുന്നത്? നിന്നെ അംഗീകരിക്കാത്ത, നിന്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ ആണെന്ന് തലയുയർത്തി പറയാൻ നട്ടല്ലില്ലാത്ത, എന്തിന് നിന്നെ കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്തോ? ആ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണോ നിനക്ക്? കവിത ഉണ്ണിമായുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. നോക്ക്, ദൈവം നിന്നെ രക്ഷിച്ചതാ. ആ കുഞ്ഞ് ജനിക്കാനുള്ളതല്ല. നിന്റെ ജീവിതം കൈവിട്ടു പോയിക്കൂടാ. കവിതയുടെ വാക്കുകൾ അവൾ കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സാകെ മരവിച്ചു പോയിരുന്നു. കുറച്ചു നേരം അവൾ കവിതയുടെ നെഞ്ചിൽ കിടന്നു. മനസ്സൊന്ന് തണുത്തെന്ന് തോന്നിയതും ഉണ്ണിമായ കരച്ചിൽ നിർത്തി മിഴികൾ അമർത്തി തുടച്ചു. ബസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ചു നിമിഷയും രാധികയും അവരവരുടെ പാത്രങ്ങൾ കഴുകാൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ നിരനിരയായി പൈപ്പുകളുണ്ട്. പാത്രം കഴുകാൻ നിൽക്കുന്നവരുടെ ക്യൂവിൻ്റെ പിറകിൽ രാധിക ചെന്നു. രാധികക്ക് പിറകിൽ എച്ചിൽ പാത്രവുമായി നിമിഷയും നിന്നു. എന്നാലും പോയിട്ട് ഇത്ര ദിവസമായിട്ടും ഉണ്ണിമായ ഒന്ന് വിളിച്ചില്ലല്ലോ. എന്താ? പൊടുന്നനെ എന്തോ ആലോചനയിൽ നിന്ന് ഉണർന്ന നിമിഷ പറഞ്ഞതും രാധിക അത് പാതി കേട്ടതുള്ളൂ. ഉണ്ണിമായ നമ്മളെ ഒരു തവണ പോലും വിളിച്ചില്ലല്ലോന്ന്. അവളുടെ കാര്യങ്ങൾ അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പാത്രങ്ങൾ കഴുകി അടുക്കി വെച്ചു മുറിയിലെത്തിയിട്ടും ഇരുവരുടെയും സംസാര വിഷയം ഉണ്ണിമായ തന്നെയായിരുന്നു. ദൂരെ നാട്ടിൽ ജോലിക്ക് പോയിട്ട് വയറ്റിലൊരു കുഞ്ഞിനെയും വെച്ചിട്ട് വന്നാൽ ആ കുടുംബത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? നിമിഷ ഭീതിയോടെ തിരക്കിയതും അവളുടെ ഫോൺ റിങ് ചെയ്തതും ഒരേ സമയമായിരുന്നു. അതിൽ ഇവർ രണ്ടാളും ഒന്ന് ഞെട്ടുകയും ചെയ്തു. നിമിഷ മൊബൈൽ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്കും നോക്കിയത് വിക്കി സാർ കോളിംഗ് എന്ന് കണ്ടതും അവൾ ആശങ്കയിലായി. സാറെന്താ പതിവില്ലാതെ ഈ സമയത്ത്? സ്തംഭിച്ചു നിൽക്കുന്ന നിമിഷയുടെ ഫോൺ ഡിസ്പ്ലേയിലേക്ക് രാധികയും ഒന്ന് എത്തി നോക്കി. ഹലോ സാർ. നിമിഷ സന്ദേഹത്തോടെ മൊബൈൽ ചെവിയിൽ വെച്ചു. എടോ, ആ ഉണ്ണിമായുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, ഞാൻ നോട്ട് ചെയ്യാം. വിഘ്നേഷിൻ്റെ ആ പറച്ചിലിന് എന്ത് ഉത്തരം നൽകുമെന്നറിയാതെ പകപ്പോടെ നിമിഷ അവിടെ ഇരുന്നു. സാർ, അവളുടെ നമ്പറൊന്നും ഇല്ല. ഉണ്ണിമായ്ക്ക് സെൽഫോണൊന്നും ഇല്ല സാർ. പോകുന്ന തിടുക്കത്തിൽ അവളുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ നമ്പർ വാങ്ങി വെക്കാനും തരപ്പെട്ടില്ല. ഉണ്ണിമായ്ക്ക് സ്വന്തമായി സെൽഫോണൊന്നും ഇല്ലേ? ഇല്ല സാർ. വിളിച്ചാലും കിട്ടില്ല. സ്വന്തമായൊരു ഫോണും പോലും ഇല്ലാത്ത ഏത് കുഗ്രാമത്തിൽ നിന്നാടോ ആ പെണ്ണ് വന്നത്? അവൾ ഇനി വരുന്നില്ല എന്ന് ഉറപ്പായാൽ ന്യൂ വാക്കൻസി ഔട്ട് ചെയ്യാമായിരുന്നു. പറയാതെ ഒരാളെ പിരിച്ചുവിടുന്നത് ശരിയല്ലല്ലോ. പ്രത്യേകിച്ച് ഉണ്ണിമായ ആ ജോലികളൊക്കെ വളരെ പെർഫെക്റ്റായി ചെയ്തു തീർത്തിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ണിമായ ഇക്കാര്യം അറിയിക്കാൻ ശ്രമിക്കണം. പറഞ്ഞു തീർന്നതും ഫോൺ കോൾ മറുതലക്കൽ കട്ടായ ശബ്ദം കേൾക്കാമായിരുന്നു. എന്തായി? രാധിക പുരികമുയർത്തി പതിയെ തിരക്കി. വെച്ചു. നിമിഷ ഡിസ്പ്ലേയിലേക്കൊന്ന് നോക്കി ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. അയാൾ ഒടുക്കത്തൊരു തിടുക്കം.
ഉണ്ണിമായ ജോലി റിസൈൻ ചെയ്യുവാണെങ്കിൽ ന്യൂ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുമെന്ന്. ഉണ്ണിമായ ജോലി കളഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ ആഗ്രഹിച്ചാണ് അവൾ ഈ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 1 മാസത്തെ പരിചയമുള്ളെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ വല്ലാതെ അടുത്തു പോയിരുന്നു. ജീവിതത്തിൽ അവൾക്ക് വലിയൊരു പിഴവ് പറ്റിപ്പോയി. ലോകത്തിൻ്റെ കാപട്യം അറിയാതെ വളരുന്ന ഒരു നിഷ്കളങ്കയായ ഒരു ഗ്രാമീണ പെൺകുട്ടി, അതാണ് ഉണ്ണിമായ. നിമിഷവേദനയോടെ പറഞ്ഞു ബെഡിലേക്ക് കിടന്നു. അതിന് അവളെ പ്രഗ്നൻ്റ് ആക്കിയത് ഇവിടെയുള്ള ആരുമല്ലല്ലോ, അവളുടെ ലവർ തന്നെയല്ലേ. രാധിക അവളുടെ ഭാഗം വ്യക്തമാക്കി. എന്തൊക്കെ ആയാലും അവളുടെ ജീവിതം ഇനി നേർവഴിയിലാകണമെങ്കിൽ ഇനി അവൾ ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമുക്ക് ഉണ്ണിമായുടെ നാട്ടിലൊന്ന് പോയാലോ? ഒരു നെടുവീർപ്പോടെ മലർന്നു കിടന്ന നിമിഷയ്ക്ക് അരികിൽ രാധിക വന്നു കിടന്നു. വായിൽ നിന്നും കത്തിത്തീരാറായ സിഗരറ്റ് ചുണ്ടിൽ നിന്നും എടുത്തു വായിലൂടെയും നാസികദ്വാരങ്ങളിലൂടെയും പുക പുറത്തേക്ക് വിട്ടു തങ്കപ്പൻ വഴിയോര ബെഞ്ചിൽ വന്നു നിന്നു. തങ്കപ്പൻ്റെ മദ്യപാനശാലയിലെ കൂട്ടാളികൾ കൂടുന്നൊരിടമാണത്. എടാ തങ്കപ്പ, താനിപ്പോൾ എവിടെയാ? കാണാറേ ഇല്ലല്ലോ, മറുഭാഗത്തെ ബെഞ്ചിൽ ഇരിക്കുന്നയാൾ ഒന്നിരുത്തി ചോദിച്ചു. ആ എറണംകെട്ട തള്ളയും മക്കളും എന്നോട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. വിഷവിത്തുക്കൾ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതിൻ്റെ നന്ദി കാട്ടി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയപ്പോൾ സിഗരറ്റിൻ്റെ ഒരു പഫും കൂടി കൊടുത്തു. തൻ്റെ ഭാര്യയുടെ അനിയത്തിയില്ലേ ആ കവിത, അവൾക്ക് വല്ല സൂക്കേടുണ്ടോ? കൂട്ടാളികളിൽ ഒരുവനായ അനിലിൻ്റെ ചോദ്യമായിരുന്നു. അവൾക്കെന്ത് സൂക്കേട്? ഇതും പറഞ്ഞ് സിഗരറ്റ് വായിൽ കടിച്ചു പിടിച്ചു. തങ്കപ്പൻ അഴിഞ്ഞു പോയ ഉടുമുണ്ട് നേരെ എടുത്തു തങ്കപ്പൻ ആ ബെഞ്ചിലിരുന്നു. എൻ്റെ പെണ്ണുമ്പിള്ളക്ക് ഇതിപ്പോൾ 7ാം മാസമാണ്. ഞാൻ ഇന്ന് രാവിലെ പെണ്ണുമ്പിളയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ കവിതയെ കണ്ടു. അയാൾ പറയുന്നത് സസൂക്ഷ്മം ശ്രദ്ധിക്കവേ തങ്കപ്പൻ ഉടുമുണ്ട് പൊക്കി ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്നും മറ്റൊരു സിഗരറ്റ് കൂടി എടുത്തു കത്തിച്ചു. ഹേയ്, തനിക്ക് ആള് മാറിയതാകും, അതവളാകാൻ വഴിയില്ല. എനിക്കൊരാള് മാറലുമില്ല, അതവൾ തന്നെ. എടാ, കല്യാണം കഴിയാത്തൊരുവള് പ്രസവ ഡോക്ടറെ കാണാൻ വന്നത് എന്തിനായിരിക്കും? അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് എരികേറ്റുന്നവൻ എഴുന്നേറ്റ് വന്ന് തങ്കപ്പന് അരികിലെത്തി. ഇതത് തന്നെ ഗർഭം, അവൾ അവിടെ അഡ്മിറ്റാണ്. നിനക്ക് സംശയം തീരുന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അയാളൊന്ന് കണ്ണിറക്കി. നീ പറഞ്ഞത് സത്യം തന്നെ ആകട്ടെ. തങ്കപ്പനെ നോവിച്ചതിന് തള്ളക്കും മോൾക്കും അങ്ങനെ തന്നെയാകും ഗതി. തങ്കപ്പൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തായിരുന്നു അവൾക്ക്? ഒരു പതിവ്രത. വാടാ. ക്രോധശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് തങ്കപ്പൻ കാട്ടുതീ പോലെ പാഞ്ഞപ്പോൾ അനിലും അയാൾക്ക് പിറകിലോടി. താൻ പറഞ്ഞതൊക്കെ തങ്കപ്പൻ വിശ്വസിച്ചതിലുള്ള നിർവൃതി അയാളുടെ മുഖത്ത് തെളിഞ്ഞിരുന്നു. അനിലിൻ്റെ കൂടെ ദ്രുതഗതിയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ നിജസ്ഥിതി കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത അയാളുടെ ഓട്ടത്തിനുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയുടെ വലിയ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നീങ്ങുന്ന ആശുപത്രി ജീവനക്കാരുടെയും രോഗികളുടെയും ഇടയിലെത്തിയതും ഇനി എങ്ങോട്ട് എന്ന ഭാവത്തിൽ തങ്കപ്പൻ ഒന്ന് നിന്നു. അനിൽ അവിടമാകെ മിഴികൾ കൊണ്ട് പരതുന്നതിനിടയിൽ കണ്ടു റിസപ്ഷനിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ആളുകൾ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നതും അവർ അതിന് മറുപടി നൽകുന്നതും. തങ്കപ്പൻ ചേട്ടാ, വാ, വഴിയുണ്ട്. പിന്നീട് ഓട്ടം അങ്ങോട്ടായി. ഇവിടെ കവിത എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ അഡ്മിറ്റാക്കിയിട്ടുണ്ടോ? നോക്കട്ടെ. തങ്കപ്പൻ്റെ ചോദ്യം കേട്ടതും വലിയൊരു വട്ടപ്പൊട്ടിട്ട് റിസപ്ഷനിൽ നിൽക്കുന്ന വെളുത്ത സാരി ഉടുത്തവൾ കട്ടിയുള്ള രജിസ്റ്റർ ബുക്ക് എടുത്ത് മറിച്ച് നോക്കി തുടങ്ങി. ഇല്ലല്ലോ. ഉടനെ തന്നെ മറുപടി വന്നു. ഒരുമാതിരി തെമ്മാടിത്തരം പറയരുത്.
ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ അത് അവളല്ലാന്ന്, അത് അവളാകില്ലെന്ന്. തങ്കപ്പൻ അനിലിനെ കണ്ണു തുറപ്പിച്ചു നോക്കി. എനിക്കുറപ്പുണ്ട് അത് അവൾ തന്നെ. തങ്കപ്പൻ ചേട്ടൻ്റെ അമ്മായിമ്മയുടെ പേര് ആ പെങ്കച്ചിനോടൊന്ന് ചോദിച്ചു നോക്കിയേ. എന്തിന്? അനിലിൻ്റെ പറച്ചിൽ കേട്ട് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന തങ്കപ്പൻ അവനെ അടിമുടിയൊന്ന് നോക്കി. അല്ല, ഇനി ആ തള്ളക്കാണ് ഗർഭമെങ്കിലോ? ദേ, മുഖമടച്ചൊന്ന് തന്നാലുണ്ടല്ലോ. കൂട്ടുകാരനാണെന്ന് കരുതി എന്ത് നെറിയേടും പറയാമെന്നായടോ. തങ്കപ്പനിൽ രോഷത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ അനിലിൻ്റെ കോളറിൽ പിടിച്ചു അയാളിലേക്ക് അടുപ്പിച്ചു. ഈ നിമിഷം തങ്കപ്പൻ്റെ കണ്ണുകൾ പോയത് പിറകിലൂടെ അവരെ കടന്ന് ഗോവണിപ്പടികൾ കയറിപ്പോയ കവിതയിലായിരുന്നു. അന്താളിച്ചു നിന്ന നിൽപ്പിൽ തങ്കപ്പൻ്റെ കൈബലം കുറഞ്ഞു പോയിരുന്നു. ആ കൈ വിടുവിച്ച് കോളറൊന്ന് നേരെയാക്കി അനിലും തങ്കപ്പൻ എങ്ങോട്ടാ നോക്കുന്നതെന്ന് വീക്ഷിച്ചു. കവിത ഗോവണി കയറി പോകുന്നത് കണ്ടതോടെ അനിലിൻ്റെ മുഖഭാവം തെളിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത് തങ്കപ്പൻ ചേട്ടന് വിശ്വാസമായോ? തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഓർക്കവേ അനിലിനും ആവേശമായി. കവിതയാണ് രോഗിയെങ്കിൽ അവളെങ്ങനെ നടന്നു പടികേറുന്നു? ഇനി അവൻ പറയുന്ന പോലെ അവളുടെ അമ്മ? എങ്കിലും തങ്കപ്പന് സംശയമായി. ഇരുവരും കവിത അറിയാതെ അവളെ പിന്തുടർന്നു. അവൾ നേരെ പോകുന്നത് വാർഡിൻ്റെ അങ്ങേ തലക്കിൽ കിടക്കുന്ന ഉണ്ണിമായുടെ അടുത്തേക്കായിരുന്നു. അവളെ പിന്തുടർന്നു വന്ന തങ്കപ്പനും അനിലും ഉണ്ണിമായ കട്ടിലിൽ കിടക്കുന്നത് കണ്ടെങ്കിലും അവർ ഇവരെ കണ്ടില്ലായിരുന്നു. കവിതയുടെ ഒരു വേള നോട്ടം ഇവർക്ക് നേരെ വന്നപ്പോഴേക്കും തങ്കപ്പനും അനിലും അവിടെ നിന്ന് ഒളിച്ചു മാറിക്കളഞ്ഞു. നിങ്ങളെന്താ ഇവിടെ ചുറ്റിത്തിരിയുന്നേ? കോറിഡോറിൽ കിടന്ന് വട്ടം കറങ്ങുന്നവരെ നോക്കി ഒരു നേഴ്സ് തിരക്കി. സിസ്റ്ററെ, ആ തലയ്ക്ക് കട്ടിലിൽ കിടക്കുന്ന കൊച്ചിന് എന്താ അസുഖം? തങ്കപ്പൻ്റെ ചോദ്യം കേട്ട് നേഴ്സ് ഉണ്ണിമായുടെ കട്ടിലിൻ്റെ അടുത്തേക്ക് എത്തി നോക്കി. കയ്യിൽ വലിയൊരു മുറിവായിട്ടാണ് എത്തിയത്. പിന്നീടാണ് അറിഞ്ഞത് അവരുടെ ബേബി അബോർഷനായെന്ന്. നിങ്ങൾക്ക് അവരെ അറിയോ? നേഴ്സ് ആദ്യം പറഞ്ഞ വാക്കുകളുടെ മുഴുവൻ അർത്ഥം കിട്ടാതെ ആലോചിച്ചു നിൽക്കുന്നവർ അവർ അവസാനം ചോദിച്ച ചോദ്യം കേട്ടില്ലായിരുന്നു. അന്തമില്ലാതെ തങ്കപ്പൻ മുന്നോട്ട് തന്നെ വീണ്ടും നടന്നു. വാലുപോലെ അനിലും. ആ നേഴ്സ് പറഞ്ഞത് പിടികിട്ടിയോ? ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയതും തങ്കപ്പൻ്റെ കയ്യിൽ അനിൽ പിടുത്തമിട്ടു. മനസ്സിലാവാതെ പിന്നെ? അവൾക്കെന്തോ വലിയ സൂക്കേടാണ്. ഓ എൻ്റെ പൊന്നു ചേട്ടാ, ബേബി എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞ് എന്നാണ്. അപ്പോൾ ബേബി അബോർഷനോ? ഗത്യന്തരമില്ലാതെ തങ്കപ്പൻ അയാളുടെ അറിവില്ലായ്മ സമ്മതിച്ചു. അതിപ്പോൾ ശരിയാക്കാം. ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അനിൽ അവിടെ നിന്നും പോയി. അബോർഷൻ, അലസിപ്പിക്കൽ. ബേബി അബോർഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിനെ അലസിപ്പിക്കൽ. എവിടെ നിന്നോ കണ്ടെത്തിയ ഉത്തരവുമായി അനിൽ ഉടനെ എത്തി. എന്ന് വെച്ചാൽ ഉണ്ണിമായക്ക് വയറ്റിലുണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം? തങ്കപ്പൻ്റെ മിഴികൾ ആവേശത്തിൽ വിടർന്നു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ വേഗത്തിൽ അനിലിനും മുന്നേ നടന്നു. കഥയറിയാതെ പിറകിൽ അനിലും. ഉണ്ണിമായ ഗർഭിണിയാണെന്നുള്ള വാർത്ത കാട്ടുതീ പടരുന്ന വേഗതയിൽ കുന്നിമണി ഗ്രാമത്തിൽ ഉള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. തങ്കപ്പൻ പക തീർക്കും കണക്കെ ആവും വിധം ആ വാർത്ത എല്ലാവരുടെയും ചെവികളിലെത്തിച്ചു. കേട്ടവർ മുഖത്ത് വിരൽ വെച്ച് സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ വയറ്റിലുള്ള കൊച്ചിൻ്റെ തന്ത അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഏതേലും ഒരുവൻ തന്നെ, തീർച്ച. ഇവിടുന്ന് പോയതും കുടിയും കിടപ്പും ഒരുമിച്ചായി കാണും. രമണിയുടെ അമ്മ അങ്ങനെ പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവർ വായിലെ മുറുക്കാൻ മുഴുവൻ തുപ്പിക്കളഞ്ഞിരുന്നു. തങ്കപ്പൻ അയാളുടെ രഹസ്യ ഭാര്യയായ ദേവകിയോട് മാത്രം ഒന്നും പറഞ്ഞില്ല. കാരണം തങ്കപ്പൻ ആദ്യം വിവാഹിതനാണെന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല. ദേവകിയെ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് താൻ അനാഥനാണെന്നും
ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ദേവകിയും മകളും മാത്രമേ ഉള്ളൂ എന്നതാണ്. ഉണ്ണിമായെ നോവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കവിതയായിരിക്കും എന്നുള്ളതാണ് തങ്കപ്പൻ്റെ ഉള്ളിലെ മറ്റൊരു ആനന്ദം. കതകിൽ ആഞ്ഞുള്ള തട്ട് കേട്ട് സുചിത്ര വാതിൽ തുറന്നപ്പോൾ കണ്ടത് കുടിച്ചു മത്തു പിടിച്ചു ചോരക്കണ്ണുകളോടെ നിൽക്കുന്ന തങ്കപ്പനെയായിരുന്നു. തങ്കപ്പനോട് ഈ പടി കയറരുതെന്ന് പറഞ്ഞിട്ടില്ലേ? രൗദ്രഭാവത്തിൽ സുചിത്ര വാതിൽ പടി കടക്കാതെ ഇരുവാതിൽ പാളികൾ പിടിച്ചങ്ങനെ നിന്നു. അല്ലെങ്കിലും ഈ നാശം കുടിലിലേക്ക് കാലുകുത്താൻ തങ്കപ്പനും കരുതിയിട്ടില്ല. പിന്നെ മനസ്സിന് ഇത്രയും സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ വരാതിരിക്കുക? മദ്യത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വായ തുറന്ന് അയാൾ ഉറക്കെ ചിരിച്ചപ്പോൾ അറപ്പോടെ സുചിത്ര മൂക്കുപൊത്തി. എവിടെ നിന്റെ ആ ശീലാവതി കവിത? അവളെ ഇനിയും ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചാൽ കൂട്ടുകാരിയെപ്പോലെ ഗർഭമുണ്ടാക്കി വരാൻ അധികം താമസം ഉണ്ടാകില്ല. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് ഇനിയും താൻ എന്തെങ്കിലും ചെലച്ചാൽ നിന്റെ പുഴുത്ത നാവ് ഞാനിങ്ങ് പിഴുതെടുക്കും. ഉറക്കെ അലറി വിളിച്ചു പറഞ്ഞ് കവിത അകത്ത് നിന്ന് ചീറിപ്പാഞ്ഞു വന്നപ്പോൾ തങ്കപ്പനൊന്ന് ഞെട്ടി. ആഹാ, വീടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണല്ലേ? ഇനി ഒളിച്ചിരിപ്പന്നെ രക്ഷയുള്ളൂ. തങ്കപ്പൻ നിൻ്റെയൊക്കെ വിധി എഴുതി കഴിഞ്ഞു. ഈ നാട്ടിൽ നിനക്കും അവൾക്കും തലയിൽ മുണ്ടിട്ട് നടക്കാനുള്ള വിധമാക്കി വെച്ചിട്ടുണ്ട്. എടാ ചെറ്റേ, അപ്പം താനാണല്ലേ ഇതിൻ്റെ പിറകിൽ? നാട് മുഴുവൻ പാട്ടാക്കിയിട്ട് താൻ എന്ത് നേടിയിടോ? കവിതയുടെ നിയന്ത്രണം വിട്ടതുപോലെ അവൾ തങ്കപ്പന് നേരെ വന്നു. ഇപ്പം ഗോള് തങ്കപ്പൻ്റെ കോട്ടിലാണ്. അയാൾ നന്നായി ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ അയാൾക്കൊരു കഥനുണ്ട് കേട്ടോ, അത് നമുക്ക് കാണാം. പക്ഷെ ഉണ്ണിമായുടെ ഗതി അത് ദൈവവിധിയാണ്, അത് നമുക്ക് വായിച്ചറിയാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. എനിക്ക് ഭയങ്കര സങ്കടം അത് കാണുമ്പോൾ. നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടണേ. എല്ലാവരോടും നന്ദി.